ഇത്രേ ഉള്ളൂ. കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ശബ്ദവർണ്ണ വിസ്മയങ്ങളുമായി പടക്ക വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. നിർമ്മാണ മേഖലയിലെ നിയന്ത്രണങ്ങളും അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വിപണിയിൽ ഇത്തവണയും വൈവിധ്യമാർന്ന ഇനങ്ങളാണ് എത്തിയിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ വർണ്ണ കാഴ്ചകൾക്ക് പ്രാധാന്യം നൽകുന്ന പുത്തൻ പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറുന്നത്. പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേരിയം നൈട്രേറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിപണിയെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവില്ലാതെയാണ് വിഷു വിപണി സജീവമാകുന്നത്. കേരളത്തിലെ കുടിൽ വ്യവസായങ്ങൾ ഏതാണ്ട് നിലച്ച മട്ടാണെങ്കിലും അയൽ സംസ്ഥാനമായ ശിവകാശിയിൽ നിന്നുള്ള അജന്ത, ഐയൻസ്, ബ്ലൂ സ്റ്റാർ, സോണി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പടക്കങ്ങൾ വിപണി കീഴടക്കി കഴിഞ്ഞു. കുട്ടികൾക്കായി സുരക്ഷിതമായി കൈകാര്യം ചെയ്യാവുന്ന വർണ്ണപ്പൊലിമയുള്ള ഇനങ്ങളാണ് ഇത്തവണത്തെ പ്രത്യേകത. മാജിക്കൽ മഷ്റൂം, ഹെലികോപ്റ്റർ, സ്മൈലിംഗ് മങ്കി, ബട്ടർഫ്ലൈ, ക്യാമറ ഫ്ലാഷ് തുടങ്ങിയ പേരിലും കാഴ്ചയിലും കൗതുകമുണർത്തുന്ന നിരവധി ഇനങ്ങൾ വിപണിയിലുണ്ട്. ഒരു മിനിറ്റോളം സമയം ജ്വലിച്ചു നിൽക്കുന്ന ചെൽസി, ക്രാക്ടൈൽ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. പഴയതുപോലെ ഗുണ്ടും ഓലപ്പടക്കവും തേടി എത്തുന്നവരെക്കാൾ പൂത്തിരിയും കമ്പിത്തിരിയും മത്താപ്പും വാങ്ങാനാണ് കുടുംബങ്ങൾ താൽപ്പര്യപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം പ്രവാസികളുടെ വരവ് കുറഞ്ഞത് കച്ചവടത്തെ നേരിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. നിലവിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടെന്ന് കുണ്ടന്നൂർ ഫയർ വർക്ക്സ് ഉടമ ജനാർദ്ദനൻ VCV ന്യൂസിനോട് പറഞ്ഞു. 2026 വിഷുവിൻ്റെ കച്ചവടം ശിവകാശി സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതലും വരത്തി വിൽക്കണത് നമ്മൾ നാടൻ ഇവിടെ ലാത്തിരി വേഷപ്പൂവൊക്കെ നിർമ്മിച്ചിടുന്നത് ഇപ്പോൾ കെമിക്കലിൻ്റെ പ്രശ്നം, ലൈസൻസിൻ്റെ പണിയാനുള്ള ബുദ്ധിമുട്ട് കാരണത്താൽ അതൊക്കെ നിർത്തി ഇപ്പോൾ കൂടുതൽ ശിവകാശിയിൽ നിന്നാണ് വരത്തി ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. ലൈസൻസിൻ്റെ പ്രശ്നങ്ങളും കെമിക്കൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇവിടെ നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ വെറൈറ്റി സാധനങ്ങൾ കുറേ വരത്തിയിട്ടുണ്ട്. കുട്ടികളുടെ കുറേ ഐറ്റങ്ങൾ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവാസികൾക്കൊന്നും വരാൻ പറ്റുന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. You are watching VCV News.